മുഖ്യമന്ത്രി ഓൺലൈനായി തദ്ദേശ ഭരണ സമിതികളെ അഭിസംബോധന ചെയ്യുന്ന പ്രത്യേക ഓൺലൈൻ യോഗം ബഹിഷ്കരിച്ച അയലൂർ പഞ്ചായത്തിലെ UDF അംഗങ്ങൾ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്താനുമായാണ് മുഖ്യമന്ത്രി ഓൺലൈനായി തദ്ദേശ ഭരണസമിതികളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ പ്രത്യേക ഓൺലൈൻ യോഗത്തിൽ നിന്നാണ് അയലൂർ പഞ്ചായത്തിലെ UDF അംഗങ്ങൾ വിട്ടുനിന്നത്. യോഗം ബഹിഷ്കരിച്ച മെമ്പർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ വേതനം നിർത്തലാക്കിയ പിണറായി സർക്കാർ നടപടി പിൻവലിക്കുക, ആശ്രയ പദ്ധതി അട്ടിമറിച്ച നടപടി തിരുത്തുക, അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്ക് മാസം തോറും ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗം DCC സെക്രട്ടറി M. പത്മഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപനം കൊണ്ട് മാത്രം ഓട്ടയടയ്ക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ ഇന്ന് UDF അംഗങ്ങൾ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഓൺലൈൻ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാവപ്പെട്ട ജനങ്ങളെ, അതും പ്രത്യേകിച്ച് ഈ കിടപ്പ് രോഗികളും അതുപോലെ അതിദരിദ്രത്തിൽ ഉൾപ്പെട്ട രോഗികളെ പോലും പറ്റിക്കുന്ന ഈ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ സർക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുകയും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് അയലൂർ ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ എല്ലാവരും ഈ ഓൺലൈൻ മീറ്റിംഗ് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അയലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് SM ഷാജഹാൻ അധ്യക്ഷനായി. നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിനോദ്, പഞ്ചായത്ത് അംഗങ്ങളായ KA മുഹമ്മദ് കുട്ടി, മിസ്രിയ ഹാരിസ്, സോബി ബെന്നി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.